ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മളുടെ വീട്ടിലെ ഇഫ്താർ പാർട്ടിയുടെ വിശേഷങ്ങളും വീഡിയോ ഒക്കെ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കുറച്ച് നല്ല റെസിപ്പീസ് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടന്നാലോ. ആദ്യം നമ്മൾ ജ്യൂസിന് വേണ്ടിയിട്ടുള്ള മാങ്ങയാണ് കേട്ടോ വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നത്. ഇതിലൊരു 3 നല്ല പഴുത്ത മാങ്ങയും ഒരു പച്ചമാങ്ങയും കൂടിയാണ് കേട്ടോ. അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളവും കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്തിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. കൽമാസിനുള്ള മാവും അതുപോലെ കൽമാസിനകത്ത് വെക്കുന്ന ഫില്ലിങ് ഞാൻ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ അരിപ്പൊടി ഒന്ന് ഇതുപോലെ കുഴച്ചെടുത്തിട്ട് തേങ്ങയും ജീരകവും ഉള്ളിയും ചേർത്തിട്ടാണ് കേട്ടോ അരിപ്പൊടി മിക്സ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ നല്ലൊരു ബീഫ് മസാല റെഡിയാക്കിയെടുത്തു. നല്ലൊരു മസാല, അതായത് നല്ല സ്പൈസി ആയിട്ടുള്ളൊരു മസാലയാണ് കേട്ടോ ഇത് നല്ലത് കൽമാസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അരിപ്പൊടി മിക്സ് ചെയ്തിട്ട് ഇതുപോലെ നമ്മൾ ഉള്ളിൽ വെച്ചിട്ട് ആക്കിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ ഉള്ളിൽ വെച്ചിട്ട് നമ്മൾ ഉന്നക്കൊക്കെ ചെയ്യുന്ന പോലെ ആക്കിയെടുക്കുകയാണ്. ഇത് നമ്മൾ സ്റ്റീം ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കും ആ ഒരു രീതിയിൽ കേട്ടോ. കൽമാസ് എന്ന് പറയുമ്പോൾ തന്നെ മിക്കവർക്കും അറിയാൻ പറ്റുമായിരിക്കും. അപ്പോൾ ഇതാണ് കേട്ടോ അത്. അപ്പോൾ അത് ഞാനങ്ങ് ചെയ്തു. ഇനി ഇത് സ്റ്റീം ചെയ്തെടുക്കുകയാണ് കേട്ടോ വേണ്ടത്. ഒരു 6-7 മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഞാൻ നല്ലൊരു റെസിപ്പി കാണിച്ചു തരാം. എല്ലില്ലാത്ത കുറച്ച് ചിക്കൻ പീസ് എടുത്ത് വെക്കുക. അതിലേക്ക് ഒരു സവാള, കുറച്ച് ഉണക്കമുളക്, ഒരു 3-4-5 വെളുത്തുള്ളി. ഇത് നമ്മളുടെ എന്തോരം നമ്മൾ ചിക്കൻ എടുക്കുന്നു അതിനനുസരിച്ചിട്ട് എടുക്കണേ. അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം ഒരു 10-12 പീസ് എടുത്തിട്ടുണ്ട്. അതിനാണ് ഈ ഒരു അളവ്. പിന്നെ നമ്മൾ ചിക്കൻ ഒന്ന് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് കുറേശ്ശായിട്ട് എല്ലാം ചേർത്ത് കൊടുക്കുക കേട്ടോ. കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ വേണം അരയ്ക്കാൻ, ഉപ്പും വേണം. എന്നിട്ട് നമ്മൾ കുറച്ച് ചിക്കൻ ഇട്ട് കൊടുക്കുക, കുറച്ച് അതിന് ചേരുന്ന വെളുത്തുള്ളി അതുപോലെ സവാള ഒക്കെ കുറേശ്ശെ ഇട്ടിട്ട് 2-3 ബാച്ചായിട്ട് വേണം കേട്ടോ അടിച്ചെടുക്കാൻ. പിന്നെ ഇതിലേക്ക് കുറച്ചധികം കുരുമുളക് പൊടിയും ഒരല്പം ഗരം മസാലയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത് നമ്മൾ സമൂസാൻ്റെ ഷീറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതുപോലെ എടുത്തിട്ട് ഞാൻ ഇതുപോലെ നമുക്ക് ഡയറക്റ്റ് ഇതുപോലെ നീളത്തിലുണ്ടാക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതൊന്ന് ഹാഫായിട്ട് കട്ട് ചെയ്തിട്ട് അതിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇതുപോലെ കുറച്ചെടുക്കുക. എന്നിട്ട് നേരെ പകുതിയാക്കി വെച്ചിട്ട് ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കി കൊടുക്കുക. അല്ലെങ്കിൽ നമ്മുടെ മിൽമ പാലിൻ്റെ കവർ ഉണ്ടല്ലോ അതിലേക്ക് ആക്കി കൊടുത്തിട്ട് നമ്മൾ ഒരു സൈഡൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് മറ്റേ സൈഡൊന്ന് റബ്ബർ ഇട്ടൊന്ന് കെട്ടി വെച്ചാലും മതി കേട്ടോ. ഈ ഒരു പൈപ്പിംഗ് ബാഗ് അവൈലബിൾ അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ തുമ്പൊന്ന് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഓരോ സമൂസ ഷീറ്റിൻ്റെയും ഒരു സൈഡിലായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. കുറച്ച് ചിക്കൻ മതിയാവും, ഒരുപാട് വെക്കരുത്, കാരണം ഇത് വേവാത്ത ചിക്കനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സമൂസ ഷീറ്റ് പെട്ടെന്ന് നമ്മൾ പൊരിച്ചെടുക്കാൻ പറ്റുന്നതുമാണ്. പെട്ടെന്ന് മുരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ചിക്കൻ മാത്രം ഇതുപോലെ ഒന്ന് പൈപ്പ് ചെയ്ത് കൊടുക്കുക. ഒരു സൈഡിലായിട്ട് നമ്മൾ മൈദൻ്റെ പേസ്റ്റ് തേച്ചിട്ട് നമ്മളിതൊന്ന് ചുരുട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിൽ അങ്ങ് ചെയ്തെടുത്താൽ മതി. എളുപ്പമാണ് കേട്ടോ ചെയ്യാൻ. അധികം വഴറ്റലോ